നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഇന്ന് ഈ വീഡിയോയെ കൂടി പ്രതിപാദിക്കുന്നത് കൃഷിയെ ബാധിക്കുന്ന കീടങ്ങളും അവർക്കുള്ള പരിഹാരമാകും. മുമ്പ് എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽബട്ടനും കൂടി ഒന്ന് എഴുതി. നമുക്കിനി വീഡിയോയിലേക്ക്. പലതരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ പച്ചക്കറിയെ ആക്രമിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൈച്ച, വെള്ളീച്ച, മുഞ്ഞ്, ചാഴി, പിന്നെ മത്തൻ വണ്ട്, വെള്ളരി വണ്ട്, അങ്ങനെ ഒരുപാട് കീടങ്ങൾ. ഇതിനെയൊക്കെ എങ്ങനെയാണ് ജൈവികമായ രീതിയിൽ പ്രതിരോധിക്കുന്നത് എന്നാണ് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. കൈച്ചയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലതാണ് ഫെറമോൺ. ഫെറമോൺ കണിയെ പറ്റി കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും, പക്ഷെ അറിയാൻ വയ്യാത്തവർക്കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഫെറമോൺ എന്ന് പറഞ്ഞാൽ കൈച്ചയെ ആകർഷിച്ച് നശിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു കെണിയാണ് ഫെറമോൺ കെണി. ഇത് എന്താണ് ഫെറമോൺ എന്ന് ചോദിച്ചാൽ, ഒരു ജീവി അതിന്റെ എതിർ ലിംഗത്തിലുള്ള ജീവിയെ ആകർഷിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ രാസവസ്തുവാണ് ഫെറമോൺ. ഇതിനെ കൃത്രിമമായി നിർമ്മിച്ച് ട്രാപ്പിലാക്കി ഉള്ളതാണ് ഫെറമോൺ കെണി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഫെറമോൺ കെണിയെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെ നമുക്കൊന്ന് കാണാം. വേണ്ട, ഇതാണ് ഫെറമോൺ കെണി. ഫെറമോൺ കെണി രണ്ട് തരത്തിലുണ്ട്. പച്ചക്കറിക്കും അതുകൊണ്ടൊക്കെ പഴങ്ങൾക്കും വേണ്ടിയാണ്. ഇത് പച്ചക്കറിക്ക് വേണ്ടിയുള്ള ഫെറമോൺ കെണിയാണ്. ഇതിന് ഏകദേശം വളക്കടയിലെല്ലാം കിട്ടും. ഇത് ഞാൻ വളക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് 180 രൂപ വിലയാണ്. ഇനി ഫെറമോൺ മാത്രമായിട്ട് ഇതിന് സ്മെല്ലടിക്കുന്നു കേട്ടോ, ഇങ്ങോട്ട് ശരീരത്തിൽ പോകും. ഫെറമോൺ മാത്രമായിട്ട് നമ്മുടെ അഗ്രോബാസറൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് രണ്ട് സൈഡ് ഓരോ ഹോൾ ഇട്ടാൽ അത് കെട്ടി ഒഴിച്ചാൽ മതി. ഉണ്ടോ, ഇത് ഞാൻ 2 ദിവസം മുമ്പ് കെട്ടിയ ഫെറമോൺ കണിയാണ്. ഇതിനകത്ത് കിടക്കുന്ന മൊത്തം ആണീച്ചകൾ ചത്താണ്. ആണീച്ചകളെ ഏറ്റവും ആകർഷിച്ച് കൊല്ലുന്ന ഒരു കണിയാണ് ഫെറമോൺ കണി. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു നിറച്ച് ആണീച്ച ചത്ത് കിടക്കുകയാണ്. ഇത് കെട്ടുന്നുണ്ട്. പാവലിനും പടവലത്തിനും ഒന്നും പ്രത്യേകിച്ച് നമുക്ക് ഇത് പൊതിഞ്ഞു കെട്ടേണ്ട കാര്യം. പാവയ്ക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പൊതിഞ്ഞു കെട്ടിയില്ലേ അത് മൊത്തം ഈ കായ്ച്ച തിന്ന് നശിപ്പിക്കും. കായ്ച്ച എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, കായ്ച്ച ഇത് കെട്ടിയില്ല ദോഷം എന്ന് പറഞ്ഞാല് കായ്ച്ച വന്ന് ഈ കായ്കളുടെ പാവയ്ക്കയുടെയും പടവലത്തിന്റെയും കോവയ്ക്കൊക്കെ നീര് ഊറ്റിക്കൊള്ളും. അതിനുശേഷം 2-3 എന്നിട്ട് അതിന്റെ മുട്ട അതിനകത്ത് നിക്ഷേപിക്കും. അതിനുശേഷം 2-3 ദിവസം കഴിയുമ്പോൾ കാവഴിച്ച് മണ്ണിലേക്ക് വീഴുന്നു. ഈ കായ അവിടെ കിടന്ന് വീണ്ടും വിരിഞ്ഞ് പുഴുവായി മാറി അടുത്ത വീണ്ടും കായ്ച്ചയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം യാതൊരു കീടനാശിനി അടിക്കേണ്ട കാര്യം. നമ്മൾ പലതരത്തിലുള്ള കീടനാശിനി അടിക്കാറുണ്ട്. വെള്ളീച്ചയ്ക്ക് അടിക്കാറുണ്ട്, പിന്നെ ഇതിനൊക്കെ അടിക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും വലിയ ഫലപ്രദം. പക്ഷെ ഇത് ഏറ്റവും ഫലപ്രദം. നമുക്ക് വെളുത്തുള്ളി മനുഷ്യർ അടിക്കാറുണ്ട്, വേപ്പെണ്ണ വെളുത്തുള്ളി അടിക്കാറുണ്ട്, അതുകൊണ്ടൊക്കെ ഫിഷോമിനോ ആസിഡ് അടിക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഒത്തിരി ഫിഷോമിനോ ആസിഡ് നമ്മൾ കീടനാശിനിയായിട്ടും വളമായിട്ടും വളരെ ത്വരകമായിട്ടും അടിക്കാൻ പറ്റും. നിങ്ങൾക്കാണ് ഫിഷോമിനോ ആസിഡ്. ഇപ്പൊ ഇതിന് ഈ മത്തൻ വണ്ട് അതുകൊണ്ട് തന്നെ വെള്ളരി വണ്ട് ഇതിനൊന്നും ഈ കീടനാശിനി അടിക്കാൻ പറ്റും. കീടനാശിനി ജൈവ കീടനാശിനിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ അപ്പം ഇതിനെ ഒക്കെ ഏറ്റവും നന്നായിട്ട് ആകർഷിക്കാൻ പറ്റുന്നതാണ് മഞ്ഞക്കണി. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഈ വളക്കടയിലൊക്കെ ചെറിയ ഈ കെണികളൊക്കെ കിട്ടും കണ്ടോ. ഇത് മഞ്ഞക്കണിയല്ല, അല്ലാത്ത സാധാ കെണിയാണ്. ഈ ചേണും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് പേപ്പറല്ലേ നനഞ്ഞൊന്നും പോകത്തില്ല. ഇത് രണ്ട് പുറത്തും സ്റ്റിക്കി ആയിട്ടുള്ള പശയാണ്. ഇത് ഈ കളർ കണ്ട് അട്രാക്ട് ചെയ്യുന്നതെന്ന് പിന്നെ തിരിച്ചു പോകാൻ പറ്റുന്നത് അത് തന്നെ ചത്തു പോകുകയാണ്. നിറച്ചാണ് കീടങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത്. പക്ഷെ വെള്ളരി വണ്ടിന്റെയും മത്തൻ വണ്ടിനെയും പിടിക്കാൻ ഇതുകൊണ്ട് പറ്റത്തില്ല. അതിന് മഞ്ഞക്കണി തന്നെ വേണം. എങ്ങനെയാണ് മഞ്ഞക്കണിയുടെ പ്രവർത്തനം എന്നൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ മത്തൻ വണ്ട് വെള്ളരി വണ്ടിയൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്ന യെല്ലോ സ്റ്റിക്കാണ്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കാണിക്കുന്നത്. അത് 4 സ്റ്റിക്ക് ഉണ്ട്. 4 മഞ്ഞ കളറുള്ള കാർഡ് പോലുള്ള സംഭവം ഉണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണിക്കുന്നത്. ഞാൻ കട്ട് ചെയ്യുകയാണ്. ഇതിന് 4 എണ്ണത്തിൽ ഒന്നിച്ച് 120 രൂപയാണ് വില. ഇത് വളക്കടയിലൊക്കെ കിട്ടും സർവ്വസാധാരണമായിട്ട്. നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിനെ പുറത്തെടുക്കും. ഇത് മൊത്തം നല്ല പശയായിട്ടാണ് ഇരിക്കുന്നത്, സ്റ്റിക്കിയാണ്. ഇത് ആ വലിയ ഷീറ്റാണ്. ഇത് 3ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്നിച്ച് വേണേലും നമുക്ക് ഈ കിട്ടാം. ഇതിപ്പോൾ 3ആയിട്ട് കട്ട് ചെയ്യുകയാണ്. ഇത് വെള്ളരി വണ്ടിനെയും മത്തൻ വണ്ടിനെയും പിന്നെ കായ്ച്ചയുടെ പെണ്ണീച്ചയും മറ്റ് ഫ്ലൈസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ഇങ്ങനെ നമ്മളൊരു ഹോൾ ഇടുക, ഹോൾ ഇട്ട് ഇവിടെ കെട്ടിത്തീർക്കും. 3ആയിട്ട് കട്ട് ചെയ്യാമെങ്കിൽ
മൂന്നിടത്ത് നമുക്ക് കെട്ടിത്തൂക്കാം. നല്ല സ്റ്റിക്കിയാണ്. ഇതിനകത്ത് പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറ്റിപ്പിടിക്കുന്ന ജീവി ഒന്നും രക്ഷപ്പെടുത്തുക. ഈ മഞ്ഞ കളറിന്റെ പ്രത്യേകത, മഞ്ഞ കളറുണ്ട്, കീടങ്ങളെല്ലാം ഇതിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇത് മഞ്ഞ കളർ ഉപയോഗിക്കുന്നത്. മഴയായാലും ഒന്നും നനയത്തില്ല. ഇങ്ങനെ കെട്ടി കൂട്ടിക്കഴിഞ്ഞാൽ കമ്പലിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് കെട്ടണിയുണ്ട്. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാല് ആ കീടങ്ങളൊക്കെ ഇതേ ഒന്ന് ഈ മഞ്ഞ കണ്ട് അട്രാക്ട് ചെയ്യും. ഇതാണ് മഞ്ഞക്കിണിയുടെ ഉപയോഗം. ഇതിപ്പം വെള്ളരിവണ്ടും ഒക്കെ വന്ന് ഇഷ്ടം പോലെ പറ്റിപ്പിടിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. യാതൊരു കീടനാശിനിയുടെ ആവശ്യമില്ല. ഇങ്ങനെ 2-3 ട്രാപ്പ് വാങ്ങിച്ച് കെട്ടിയൊക്കെ കഴിഞ്ഞാൽ ഒരു കീടങ്ങളും നമ്മുടെ പച്ചക്കറി ആക്രമിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.